Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. അങ്കമാലി വേങ്ങൂരിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. വേങ്ങൂർ ഭവാനി ട്രസ്റ്റും വാർഡ് 10 കൗൺസിലർ ടീമും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗാന്ധി ജയന്തി ദിനത്തിൽ അങ്കമാലി വേങ്ങൂരിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം നടത്തി. വേങ്ങൂർ ഭവാനി ട്രസ്റ്റും നഗരസഭ വാർഡ് 10 കൗൺസിലർ ടീം അംഗങ്ങളും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമൃത ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. വാർഡ് കൗൺസിലർ AV രഘു രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് ബ്ലഡ് കൊടുക്കണം. B പോസിറ്റീവ് ബ്ലഡാണ് ഇഷ്ടംപോലെ കിട്ടാനുള്ളതാണ്. പക്ഷെ എന്നാൽ നമുക്ക് അവരുടെ ബന്ധുക്കളെ നമ്മളെ വിളിച്ചറിയിച്ച് നമുക്ക് ബ്ലഡ് ഒന്ന് വേണം 2 വേണം, അവരുടെ ആവശ്യം പറയുന്നത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു ബ്ലഡ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളത് ആ ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരോട് കൊടുക്കാമെന്ന് പറയണം. പക്ഷെ നമ്മൾ ചിന്തിക്കണം ആരോട് ചോദിക്കും ആര് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ട്, ഒരു ആശങ്ക നമുക്കുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബ്ലഡ് ഡൊണേഴ്സ് കേന്ദ്രയുടെ ജിഷ്ണു, അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ഇപ്പോൾ വിദേശത്തിരുന്നുകൊണ്ടാണ് ഈ ബ്ലഡിൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് സാധിച്ചു തരുന്നത്. നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ പറയും നമ്മുടെ വാർഡ് ഗ്രൂപ്പിൽ നമ്മൾ ഇടും. പക്ഷെ ഒരു തണുപ്പൻ പ്രതികരണമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇനി ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയുടെ ബന്ധുക്കൾ പോലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഏത് ഗ്രൂപ്പാണോ തിരിച്ചറിയാതെ ഉണ്ട് അല്ലെങ്കിൽ അതൊന്നും ശ്രമിക്കാതെ ഉണ്ട് ഉടനെ കൗൺസിലറെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇത്തരം ആളുകളെ വിളിക്കണം, ബ്ലഡ് വേണം. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് ദാനം ചെയ്യാനും കൂടി നമ്മൾ തയ്യാറാവേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ നാട്ടിലില്ല, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തയ്യാറായിട്ടുള്ള ആളുകൾ നാട്ടിലില്ല. പിന്നെ എല്ലാം പ്രായമുള്ളവർ ഷുഗർ പോലുള്ള മറ്റു അസുഖങ്ങളുള്ളവർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലഡ് കൊടുക്കുന്നത് വഴി നമ്മുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകളെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ നമ്മൾ എല്ലാ വാർഷികം കൗൺസിലറിൻ്റെ വാർഷികം നമ്മൾ ആചരിച്ചു വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മളൊരു സേവാപ്രവർത്തനം എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. സിസ്റ്റർ ദീപ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. KS സുപ്രിയ, ദിവ്യ പ്രവീൺ, K അഭിലാഷ്, പ്രീതി രഘു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി.